സോണിക് പ്ലേ ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് കളിക്കുകയാണ്. അവൻ തന്നെ ബോൾ എറിയും, അവൻ തന്നെ ബാറ്റ് കൊണ്ട് അടിക്കും, അവൻ തന്നെ ആ ബോൾ പോയി പിടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ പെർഫോമൻസ് കാണാൻ ആരുമില്ലെന്ന് സോണിക്ക് തിരിച്ചറിയുന്നു. അവൻ ആകെ വിഷമവും ദേഷ്യവും തോന്നി. ഉടനെ അവൻ ഗ്രൗണ്ടിന് ചുറ്റും അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. ആ വേഗത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് രൂപപ്പെട്ട് ആ സിറ്റിയിലെ മൊത്തം കറണ്ടും പോയി. ഉടനെ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇത് അന്വേഷിക്കാൻ മറ്റൊരാൾ അങ്ങോട്ടേക്ക് എത്തി. അയാളാണ് റോബോട്ട് നിക്ക്. അവൻ കുറെ പറക്കുന്ന റോബോട്ടുകളുമായാണ് വന്നിരിക്കുന്നത്. ആ റോബോട്ടുകൾ ആകാശത്തിലൂടെ പറന്ന് കറണ്ട് പോയതിന്റെ കാരണം അന്വേഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു റോബോട്ട് കാടിന് നടുവിൽ ഒരു കാൽപാദം കണ്ടെത്തി. റോബോട്ട് നിക്ക് അത് സ്കാൻ ചെയ്തപ്പോൾ അതൊരു അന്യഗ്രഹ ജീവിയാണെന്ന് ഉറപ്പിച്ചു. കാട്ടിൽ റോബോട്ടുകളുടെ തിരച്ചിൽ കണ്ട സോണിക്കിന് ഇനി ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നി. അവൻ ഉടനെ തന്റെ വാസസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കടന്നു. അവൻ പോയത് പോലീസ് ഓഫീസറായ ടോമിന്റെ വീട്ടിലേക്കായിരുന്നു. സോണിക് തന്റെ റിംഗ് എടുത്ത് തിരികെ തന്റെ ദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ടോം അങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. ടോം സോണിക്കിനെ മയക്കുപിടി വെച്ചു. ടോമിന്റെ ടീഷർട്ടിൽ സാൻ ഫ്രാൻസിസ്കോ എന്ന് എഴുതിയത് സോണിക് വായിച്ചതും അങ്ങോട്ടേക്കുള്ള പോർട്ടൽ ഓപ്പണായി. സോണിക് അതിലേക്ക് പോകുന്നതിന് മുന്നേ അവൻ മയങ്ങി വീണു. നിർഭാഗ്യവശാൽ അവന്റെ മാന്ത്രിക മോതിരവും അതിലേക്ക് വീണു. സോണിക് മയക്കമുണർന്നപ്പോൾ കൂണുകളുടെ ലോകത്തേക്ക് തിരികെ പോകാൻ തനിക്ക് ആ മോതിരം ആവശ്യമാണെന്നും അതിപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലാണെന്നും സോണിക് ടോമിനെ ബോധ്യപ്പെടുത്തി. ഉടനെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. സോണിക്കിനെ പിടികൂടാൻ റോബോട്ട് നിക്കും അവരുടെ പുറകെ ഉണ്ടായിരുന്നു. റോബോട്ട് നിക്ക് ഒരു കമ്പി ടോമിന്റെ കാറിലേക്ക് അയച്ച് ഹുക്ക് ചെയ്തു. ഉടനെ ടോം വേഗത കൂട്ടിയപ്പോൾ ആ ഹുക്ക് വിടുകയും തെറിച്ചുപോയ സോണിക് പന്ത് പോലെ ഉരുണ്ട് നിക്കിന്റെ വണ്ടിയെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മറ്റൊരു വാഹനം അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് അവരെ ചേസ് ചെയ്യാൻ തുടങ്ങി. അതൊരു ഡിസ്ക് അവരുടെ നേരെ അയച്ചു. പക്ഷെ അത് കൊണ്ടത് മറ്റൊരു കാറിലായിരുന്നു. തുടരെ അയച്ച മറ്റ് ഡിസ്കുകളുടെ മുകളിലൂടെ കയറിയ സോണിക് നിക്കിന്റെ വാഹനത്തിൽ കയറി അത് നശിപ്പിച്ചു കളഞ്ഞു. ഉടനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒറ്റച്ചക്രമുള്ള മറ്റൊരു റോബോട്ട് കൂടി എത്തി. ടോം ഒരു ഇരുമ്പ് വടി കൊണ്ട് അതിനെ അടിച്ചിട്ടു. ഉടനെ അതിന്റെ ഉള്ളിൽ നിന്നും കുഞ്ഞൻ ഹെലികോപ്റ്റർ പുറത്തേക്ക് വന്നു. ഇതിനെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്ന് സോണിക്ക് പറഞ്ഞു തീർന്നതും അത് അവരുടെ വണ്ടിയെ കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ വണ്ടിയുടെ മുകൾ വശം തന്നെ അടർന്നുപോയി. ഉടനെ സോണിക് അതിനെ പിടിച്ചു ഒടിച്ചു കളഞ്ഞു. പക്ഷെ അതൊരു ബോംബായി മാറി അവന്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നില്ല. ടോം അതെടുത്ത് എറിയാൻ നോക്കിയപ്പോൾ അത് അവന്റെയും കയ്യിൽ ഒട്ടിപ്പിടിച്ചു. സോണിക് ഒരു വടി കൊണ്ട് ആ ബോംബിനെ എടുത്ത് പാറയിൽ വെച്ചു. ഇനി ബോംബിനെ പേടിക്കണ്ട എന്നും പറഞ്ഞ് തിരികെ നടന്നപ്പോൾ പെട്ടെന്ന് ആ ബോംബ് പൊട്ടുകയും സോണിക് അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ടോം അവനെ ഉണർത്താൻ നോക്കിയപ്പോൾ അവൻ ഉണർന്നില്ല. ഇനി സോണിക് തിരികെ വരുമോ? രണ്ടാം ഭാഗത്തിനായി കമന്റ് ചെയ്തോളൂ കൂട്ടുകാരെ.